ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നെക്സ്റ്റ് ഫിലോസഫർ ആയിട്ടുള്ള ജോൺ ഡ്രൈഡൻ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനെ കുറിച്ചിട്ടാണ് കേട്ടോ. സോ ജോൺ ഡ്രൈഡൻ, ഹി ഈസ് ദ ഫസ്റ്റ് പോയറ്റ് ലോറേറ്റ് ഓഫ് ഇംഗ്ലണ്ട്, ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ ദ 17th century English literary arena. An essay on dramatic poesy was Dryden's only formal treatise on criticism. ജോൺ ഡ്രൈഡൻ ഇംഗ്ലണ്ടിൽ തന്നെ ഉള്ള ഒരു എഴുത്തുകാരനായിരുന്നു. ആള് നമ്മുടെ റൊമാൻറ്റിക് പീരീഡിനൊക്കെ മുന്നേ ഉള്ള ഒരു എലിസബത്തൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ ഉണ്ടായിരുന്നിട്ടുള്ള കുറച്ച് ആ പീരീഡിന് ശേഷം വന്നിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, ഷേക്സ്പിയറിനൊക്കെ ശേഷം. ഈ റൊമാൻറ്റിക് പീരീഡിന് മുന്നേ ഷേക്സ്പിയറിനൊക്കെ ശേഷമായിട്ട്. അപ്പോൾ ഇവര് ആ ടൈമിൽ പോയറ്റ് ലോറേറ്റ് ആയിരുന്നു, അതായത് ഇംഗ്ലണ്ടിലെ ആസ്ഥാന കവിയായിരുന്നു. അങ്ങനത്തെ വലിയ രാജകീയ പദവിയൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ആൾ എഴുതിയ വർക്കുകളിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി. ഓക്കെ, അതാണ് ആ വർക്കിലാണ് നമുക്ക് പഠിക്കാനുള്ള പല കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, ദെൻ ആള് ഒട്ടുമിക്ക ഫീൽഡുകളിലും ഫേമസ് ആയിട്ടുള്ള ആളാണ് ജോൺ ഡ്രൈഡൻ. അതായത് ലിറ്റററി ക്രിറ്റിസിസത്തിന് ഒരു പുതിയൊരു ന്യൂ ഫേസ് അല്ലെങ്കിൽ ഒരു പുതിയ എറ കൊടുത്തത് ഇയാളുടെ വർക്കിലൂടെയാണ്. ആളുകൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ തുടങ്ങിയത് ക്രിറ്റിസിസം ജോൺ ഡ്രൈഡൻ ഒക്കെ വന്നപ്പോൾ തൊട്ടിട്ടാണ്. ഫിലിപ്പ് സിഡ്നി അവരൊക്കെ വന്നപ്പോൾ അങ്ങനത്തെ ആളാണ്. ദിസ് ഇസ് എ manner of critical writing that was familiarized by French critic Montaigne and Corneille. It gave critics personal freedom to offer it gave critics personal freedom to offer personal explanation to various attack on his own works. അതായത് ആളുടെ വർക്കിന്റെ പ്രത്യേകത ഇതായിരുന്നു. അതായത് എന്താണ്, പേഴ്സണൽ ആയിട്ടുള്ള ഫ്രീഡം, പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, പേഴ്സണൽ ആയിട്ടുള്ള അനാലിസിസുകൾ എന്താണ് കൊണ്ടുവരാൻ ക്രിറ്റിസിസത്തിൽ ഇയാളാണ് സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ആള് ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റൈല്. അതായത് എസ്സേ ഓൺ ഡ്രാമാറ്റിക് പോയസിൽ പറയുന്ന സംഭവം അതാണ്. അതായത് സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻ ഒരു വർക്കിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ അനാലിസിസോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈലിനെ കുറിച്ചോ പറയാനും എഴുതാനും ഉള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ തിയറിയിൽ കൊണ്ടുവന്നിട്ടുള്ള റൈറ്റർ ഇയാളാണ്. Okay, the disadvantage of this writing was it was unsystematic, sometimes inconsistent. ഇതിനൊരു പ്രശ്നം, ഇങ്ങനത്തെ ഒരു മെത്തേഡിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഒന്നും ഇത് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഈ ഒരു സിസ്റ്റത്തിന് ഉണ്ടായിരുന്നു. അതായത് ലിറ്റററി ക്രിറ്റിസിസത്തെ സ്വന്തം പെർസ്പെക്റ്റീവില്, സ്വന്തം എന്താ പറയുക, എക്സ്പ്ലനേഷൻസ് സ്വന്തം പേഴ്സണൽ ഫ്രീഡത്തിൽ അനലൈസ് ചെയ്യാം. ഓക്കെ, he combined merit of both the native tradition and classical. ആള് നേറ്റീവ് ട്രഡീഷൻ, അതായത് ആളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള ട്രഡീഷൻ എന്താണോ അതും ക്ലാസിക്കൽ ട്രഡീഷൻസ് ആയിട്ടുള്ള അരിസ്റ്റോട്ടലിന്റെ അതുപോലെ തന്നെ പ്ലാറ്റോന്റെ ഇവരുടെയും ട്രഡീഷൻസ് മിക്സ് ചെയ്തിട്ടാണ് ഇയാളുടെ തിയറീസ് ഉണ്ടാക്കിയത്. ഡോക്ടർ ജോൺസൺ ഈസ് കൺസിഡർഡ് ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം. ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിന്റെ പിതാവ് എന്നും ആളെ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിന്റെ പിതാവ് എന്നല്ല, മോഡേൺ ഇംഗ്ലീഷ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു ന്യൂ എറ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിന്റെ പിതാവ് എന്നാണ് ആളെ അറിയപ്പെടുന്നത്. ഇനി ഹിയർ ഇൻ ഹിസ് ഓൺ വേർഡ്സ് ഹി യൂസ്ഡ് ചോസർ. ഇറ്റ് ഈസ് ഗോഡ് പ്ലെന്റി. He is regarded as a liberal classicist who would adjust the rules of ancients to the genius of the age in which a poet writes. സോ ആളുടെ ഒരു എന്താ പറയാ വർക്കില് ഒരു പറയുന്ന ഒരു വേർഡാണ് ഹിയർ ഈസ് ഗോഡ്സ് പ്ലെന്റി. അതായത് ജോഫ്രി ചോസറിനെ കുറിച്ചിട്ട് ആൾ പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ് അത്. ഭാവിയിലൊക്കെ നെറ്റ് എക്സാമിനൊക്കെ ചോദിക്കാം, അതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ട്. ഹിയർ ഈസ് ഗോഡ്സ് പ്ലെന്റി, ദൈവത്തിന്റെ ഏറ്റവും വലിയ ക്രിയേഷനുകളിൽ ഒന്ന് ഇതാ എന്ന് പറഞ്ഞിട്ട് ജോഫ്രി ചോസറിനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആളുടെ ഏതോ വർക്കിൽ ഹീസ് റിഗാർഡഡ് ആസ് എ ലിബറൽ ക്ലാസിസിസ്റ്റ്. ഈ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ലിബറൽ ക്ലാസിസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ റൂൾസ് കൊണ്ട് തിയറി ഉണ്ടാക്കുന്ന ഒരു ലിബറലിസ്റ്റ് ആയിട്ടുള്ള ആള്. ഓക്കെ, ലിബറലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം, നല്ലോണം ഫ്രീഡം തരുന്ന വ്യക്തി തന്നെയാണ് കുറച്ച് നമ്മൾ പറഞ്ഞില്ല ലിബറലായിട്ട് പേപ്പർ നോക്കുക, അങ്ങനെ സ്ട്രിക്റ്റ് അല്ലാണ്ട് ഒന്ന് ലിബറലാവുക, ഒന്ന് ലൂസാവുക. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലാസിക്കൽ റൈറ്റർ ആയിരുന്നു ഈ ജോൺ ഡ്രൈഡൻ. ഓക്കെ, അതായത് ക്ലാസിക്കൽ തിയറീസിന്റെ റൂൾസും കാര്യങ്ങളെല്ലാം അതും ഫോളോ ചെയ്തിട്ടുള്ള ഒരു കാഷ്വലി ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി. ഓക്കെ, ആൻഡ് ഡ്രൈഡൻ വാസ് ഫസ്റ്റ് ക്രിട്ടിക് ടു മേക്ക് യൂസ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഓഫ് ക്രിറ്റിസിസം. അതുപോലെ തന്നെ ഇയാള് ക്രിറ്റിസിസത്തിന് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിരുന്നു. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് സാധാരണ ഈ ഒരു ടൈം വരെ ആരും തൊടാത്തൊരു മെത്തേഡായിരുന്നു. അതായത് ചരിത്രത്തെ ലിറ്ററേച്ചർ അനലൈസ് ചെയ്യാനായിട്ട് കൂടെ കൂട്ടുക. അതിന് ഇയാള് കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഹി ബിലീവ്ഡ് ദാറ്റ് എവറി ലിറ്റററി വർക്ക്
bears the stamp of the age in which it is produced. A literary work can be best evaluated by placing in the socio-historical background in which it is produced. ആള് വിശ്വസിക്കുന്നത് ഈ ഒരു കാര്യമാണ്. അതായത് ഒരു ലിറ്റററി വർക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ അന്ന് കാലത്തെ ചരിത്രവും അന്ന് നടന്ന കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും റോമൻ ലിറ്ററേച്ചറിലും ഗ്രീക്ക് ലിറ്ററേച്ചറിലും ഒന്നും ആരും ക്രിറ്റിസിസത്തിൽ പറഞ്ഞിരുന്നില്ല. അവർ കൺസിഡർ ചെയ്തത് ഹിസ്റ്ററി പറഞ്ഞ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റഡീസ് എന്നാണ്. ഡ്രൈഡൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹിസ്റ്ററിനെയും ലിറ്ററേച്ചറിനെയും കൂടെ കമ്പൈൻ ചെയ്തു. എന്നിട്ട് ആള് പറയാണ്, നമുക്കൊരു ലിറ്റററി വർക്ക് പഠിക്കണമെങ്കിൽ ആ നടന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിൽ തന്നെ പല 19-ാം നൂറ്റാണ്ടിലേക്ക് പല പല റൈറ്റേഴ്സിന്റെ വർക്കുകൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അറ്റ്ലീസ്റ്റ് ഗൂഗിളിൽ ആ ടൈമിൽ അവിടെ നടന്ന കാര്യങ്ങൾ എന്താണ്, വേൾഡ് വാർ സമയത്ത് ആളുകളുടെ ലൈഫ് എങ്ങനെയാണ്, വേൾഡ് വാർ എന്താണ്, കണ്ട അങ്ങനെയും നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. കാരണം എന്താ, അപ്പൊ നമ്മുടെ നോളജ് ഇരട്ടിയാവുക ചെയ്യാം അല്ലേ. അതിലൊരു ക്യാരക്ടറാണ് അവിടെ കാണിക്കണത്, അതിലൊരു ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് അവിടെ കാണിക്കുന്നത്. സോ അത് ചില സിനിമകളിലും കാണാം. ചില സിനിമകളിൽ പഴയ കാല കാണിക്കുന്ന സിനിമകൾ നോക്കുമ്പോൾ നമ്മൾ ആ കാലത്തെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യും അല്ലെ. ഇതാണ് ഡ്രൈഡൻ പറഞ്ഞത്. ഇങ്ങനെയാണ് ആള് ഹിസ്റ്ററിയെ ലിറ്ററേച്ചറായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. അതായത് ഒരു ലിറ്റററി വർക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ ആ ലിറ്റററി വർക്കിന്റെ ഉള്ളിൽ തന്നെ ആ കാലത്തെ ഒരു എന്താണ് ഇമേജും ഹിസ്റ്ററിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും. സോ ലിറ്ററേച്ചർ ഷുഡ് ബി അനലൈസ്ഡ് ഇൻ എ സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇൻ വിച്ച് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതുപോലെ തന്നെ ആൾ എക്സാമ്പിൾ പറയുന്നുണ്ട്, മെനി ഓഫ് ഷേക്സ്പിയേഴ്സ് ഓർ സ്പെൻസേഴ്സ് ഫെയറി ക്വീൻ ഓർ ബെൻ ജോൺസൺസ് കോമഡി ഓഫ് ഹ്യൂറോസ് or Bacon's essay cannot be correctly evaluated without placing them in background of Elizabethan age. എലിസബത്തിയൻ ഏജിനെ കുറിച്ച് അറിയാതെ ഷേക്സ്പിയർ, സ്പെൻസർ, ബേക്കൺ, ബെൻ ജോൺസൺ ഇവിടെ ഒന്നും വർക്ക് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എലിസബത്തിയൻ ഏജ് എന്താണെന്ന് അറിയണം അല്ലേ. നമ്മളൊക്കെ ക്ലാസ്സിൽ ഞാനൊക്കെ എപ്പോഴും പറയാറുണ്ട് ഷേക്സ്പിയറിന്റെ ഏജിനെ കുറിച്ചിട്ടാണ് പറയുമ്പോൾ ഷേക്സ്പിയറിന്റെ പീരീഡിൽ ക്വീൻ എലിസബത്തിന്റെ ആ ഒരു കഴിവ് തന്നെയാണ് അന്ന് ലിറ്ററേച്ചറിന് വളരാൻ കാരണം. അപ്പൊ ക്വീൻ എലിസബത്ത് ആരാണ്, അവരുടെ എന്തൊക്കെയാണ് അവർ ചെയ്തത്, അവർ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു, അവർ യുദ്ധം ഉണ്ടായിരുന്നോ, യുദ്ധങ്ങളില്ലാത്ത സമാധാനമായിട്ടുള്ള പീരീഡ് എങ്ങനെ ഉണ്ടാക്കി, കണ്ട അപ്പോഴാണ് നമുക്ക് ആ വർക്കുകൾ കൂടുതൽ അനലൈസ് ചെയ്യാൻ പറ്റുക. ഇത്രയാണ് ആള് പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ ആള് വേറെ കാൻഡബറി ടേൽസും അതുപോലെ തന്നെ പിയേഴ്സ് ദ പ്ലോമാൻ അങ്ങനത്തെ പല വർക്കുകളും അത് ഈ എലിസബത്തിന് മുന്നേ ഉള്ള ലിറ്റററി വർക്കുകളാണ്. ചോസറിന്റെയും ലാംഗ്ലാഡിന്റെ ഒക്കെ ആ വർക്കുകളിലും എന്താണ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഇല്ലാതെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. Then Dryden was first to offer descriptive criticism as against legislative criticism and theoretical criticism of his predecessors. അതുപോലെ തന്നെ ഡ്രൈഡന്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ലെജിസ്ലേറ്റീവ് ക്രിറ്റിസിസവും അതുപോലെ തന്നെ തിയററ്റിക്കൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ക്രിറ്റിസിസത്തിന് നിലനിൽക്കുന്ന സമയത്ത് ഡിസ്ക്രിപ്റ്റീവ് ക്രിറ്റിസിസം കൊണ്ടുവന്ന ആളാണ്. അതായത് ലെജിസ്ലേറ്റീവും തിയററ്റിക്കലും ഭയങ്കര റൂൾസ് ഉള്ള ക്രിറ്റിസിസംസ് ആണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ലെജിസ്ലേറ്റീവ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവിടെയൊക്കെ ഭയങ്കര റൂൾസ് ഉള്ളതാണ്, പൊളിറ്റിക്സ് റൂളുകൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. തിയററ്റിക്കലും അതെ, തിയറി എന്ന് പറഞ്ഞാൽ തന്നെ റൂൾ തന്നെയാണ് അർത്ഥം. അപ്പോൾ ഒരുപാട് റൂൾസ് ഉള്ള ക്രിറ്റിസിസം നിലനിൽക്കുന്ന സമയത്ത് എന്താണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്രിറ്റിസിസം കൊണ്ടുവന്ന ആളാണ്. അതായത് എനിക്ക് ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത്, ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്, അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്ന പോലെ ക്രിറ്റിസിസത്തെ കൊണ്ടുവന്നുള്ള വ്യക്തിയാണ്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് unlike him, he did not provide the rules or theories but analyzed text and offered the grounds for its appreciation. Okay, ആള് ഒരു എന്താണ് റൂളും തിയറിയും അല്ലാതെ എന്താണ് ടെക്സ്റ്റ് മാത്രമാണ് അനലൈസ് ചെയ്തത്. ഓക്കെ, അനലൈസ് ടെക്സ്റ്റ് ആൻഡ് ഓഫേർഡ് ഗ്രൗണ്ട്സ് ഓഫ് ഇറ്റ്സ് അപ്രീസിയേഷൻ. ടെക്സ്റ്റ് അനലൈസ് ചെയ്യുക, അതിന്റെ അപ്രീസിയേഷൻ അനലൈസ് ചെയ്യുക. അതിലപ്പുറം ആള് എന്താണ് റൂൾസും റെഗുലേഷൻസും ഒന്നും പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ ഓൾറെഡി പണ്ട് കാലത്ത് ക്ലാസിക്കൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ റൂൾ തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നുള്ളൂ. എൻ്റെ പണി അനലൈസ് ചെയ്യലാണ് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ്. ഹി വാസ് ഓൾസോ ഫസ്റ്റ് കമ്പാരിറ്റീവ് ക്രിട്ടിക്. അതുപോലെ തന്നെ ആദ്യത്തെ കമ്പാരിറ്റീവ് ക്രിട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വേറൊരാളായിട്ട് കമ്പയർ ചെയ്ത് അവരുടെ ഗുണവും ദോഷവും അനലൈസ് ചെയ്യുന്ന ക്രിട്ടിക്സ് ആണ് കമ്പാരിറ്റീവ് ക്രിട്ടിക്സ്. ഹു കമ്പയർഡ് ഷേക്സ്പിയർ, ബെൻ ജോൺസൺ, ചോസർ ആൻഡ് ഓവിഡ്, അവരൊക്കെ എലിസബത്തൻ ആൻഡ് റെസ്റ്റോറേഷൻ ഡ്രാമ, അതൊക്കെയാണ് അവർ ചെയ്ത കമ്പാരിസൺ ക്രിറ്റിസം. ഓക്കെ, ഈ പറയാനുള്ളത് അയാളുടെ പോയട്രി, ഡ്രാമ, സാറ്റയർ ഇതിനെ കുറിച്ചുള്ള പല അനാലിസിസുകളാണ്. ഓക്കെ, ഫങ്ഷൻ ഓഫ് പോയട്രി. ഡ്രൈഡൻ അപ്പോൾസ് അരിസ്റ്റോട്ടിൽസ് ഡെഫിനിഷൻ ഓഫ് പോയട്രി. ഡ്രൈഡൻ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള അതേ കോൺസെപ്റ്റ് തന്നെയാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണ്, പോയട്രി ഈസ് ആൻ ആർട്ട് ഓഫ് ഇമിറ്റേഷൻ.
ഓക്കെ, ഇമിറ്റേഷൻ അരിസ്റ്റോട്ടിൽ പറഞ്ഞില്ലേ, ആ സെയിം സാധനം തന്നെയാണ് ഡ്രൈഡനും ബിലീവ് ചെയ്യുന്നത്. പോയട്രി എന്ന് പറയുന്നത് ഒരു ആർട്ട് ഓഫ് ഇമിറ്റേഷൻ ആണ്. ഇറ്റ് ഇമിറ്റേറ്റ്സ് ഫാക്ട്സ് പാസ്റ്റ് ഓർ പ്രസന്റ്, പോപ്പുലർ ബിലീഫ്, സൂപ്പർസ്റ്റിഷ്യൻസ് ആൻഡ് തിങ്സ് ഇൻ ദെയർ ഐഡിയൽ ഫോം. അതെന്തൊക്കെ ഇമിറ്റേറ്റ് ചെയ്യണത്? പഴയ കാലങ്ങളിലെ ഫാക്റ്റുകൾ, പ്രസന്റ് കാര്യങ്ങൾ, ഫ്യൂച്ചർ കാര്യങ്ങൾ, ബിലീഫുകൾ, സൂപ്പർസ്റ്റിഷ്യൻസ്, ഇതിനെല്ലാം ഒരു പെർഫെക്റ്റ് ഐഡിയൽ ഫോമിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ല, വെറുതെ കോപ്പി അടിക്കുകയല്ല, ആ കോപ്പി അടിക്കുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ടാവണം. ഓക്കെ, Dryden defends Shakespeare's use of supernatural founded on popular beliefs, justifying that it is an imitation of another man's fancies. അതായത് ഈ ഷേക്സ്പിയറിനെ ഇയാള് ഡിഫെൻഡ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ഷേക്സ്പിയറിന് ഒരുപാട് ക്രിറ്റിസിസംസ് വന്നിരുന്നു. ഷേക്സ്പിയറിന്റെ വർക്കുകളിൽ ഒരുപാട് സൂപ്പർ നാച്ചുറൽ എലമെന്റ്, ഒരിക്കലും നടക്കാത്ത, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വിച്ച് വരിക, പ്രേതം വരിക, അതുപോലെ തന്നെ പ്രേതം മരിച്ചുപോയ അച്ഛൻ സംസാരിക്കുക സ്വപ്നത്തിൽ വന്നിട്ട് കണ്ടത്, ഇതിന്റെയാണ് സൂപ്പർ നാച്ചുറൽ പറയാം. അപ്പൊ ഇതൊക്കെ അന്ന് കാലത്തെ പോയട്രി അല്ലെങ്കിൽ ഡ്രാമയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അരിസ്റ്റോട്ടലിന്റെ യൂണിറ്റീസ് ഓഫ് ആക്ഷൻ പ്ലേസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലേ. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു. പക്ഷെ ഇയാൾ പറയുന്നുണ്ട് അത് നമ്മൾ അങ്ങനെ ഒരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എന്താണ്, ഇറ്റ് ഈസ് ലൈക്ക് ആൻ ഇമിറ്റേഷൻ ഓഫ് വൺ പേഴ്സൺസ് ഫാൻസി. ഒരാളുടെ മനസ്സിലുള്ള ഇമാജിനേഷനാണ് അവിടെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അപ്പൊ ഇമാജിനേഷൻ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അത്രയും പ്യൂർ ആയിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഷേക്സ്പിയറിനെ ഇയാൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് പോയട്രിയിൽ. അക്കോർഡിംഗ് ടു ഹിം, പോയട്രി ആൻഡ് പെയിന്റിംഗ് ആർ നോട്ട് ഓൺലി ട്രൂ ഇമിറ്റേഷൻ ഓഫ് നേച്ചർ ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് നേച്ചേഴ്സ് ഓഫ് വിച്ച് ഇറ്റ് ഇസ് മോസ്റ്റ് നോബിൾ ആൻഡ് ട്രൂ. They present us with perfect image and we have the pleasure to see all the scattered beauty of nature without the deformities or fault. ആളെന്നിട്ട് പറയുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നുണ്ട് അരിസ്റ്റോട്ടലും പ്ലാറ്റോ ഒക്കെ പറഞ്ഞ പോലെ തന്നെ പോയട്രി അല്ലെങ്കിൽ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇമിറ്റേഷൻ. പക്ഷെ എന്ത് ഇമിറ്റേഷൻ എന്നാണ് പറയണത്? ഇറ്റ് ഈസ് ആൻ ഇമിറ്റേഷൻ വിത്തൗട്ട് ഫോൾട്ട്. ഓക്കെ, അതായത് നമുക്ക് പ്രകൃതിയെ എൻജോയ് ചെയ്യാൻ ഇതുപോലെയുള്ള പോയംസ് വായിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നേച്ചറിന്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ ഇതുപോലെയുള്ള വർക്കുകൾ വായിച്ചാൽ മതി. സോ പെർഫെക്ഷൻ ആയിട്ടുള്ള, ഫോൾട്ട് ഇല്ലാത്ത ഇമിറ്റേഷൻസ് ആണ് എന്താണ് പെർഫെക്റ്റ് ഇമേജസ് ആയിട്ട് ഇവർ പോർട്രേ ചെയ്യുന്നത്. ഓക്കെ, അവിടെയും ഇവിടെയും സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ബ്യൂട്ടി ഓഫ് നേച്ചറിനെ എന്താണ് ഒരു പുസ്തകത്താളിനുള്ളിലാക്കിയിട്ട് പ്രസന്റ് ചെയ്യണവരാണ് എഴുത്തുകാര്, പോയറ്റ്സ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഇയാള് എന്താണ് പോയറ്റ്സിനെ ഡിഫെൻഡ് ചെയ്യണത്. അതായത് ദേ ആർ ഇമിറ്റേറ്റേഴ്സ്, ഐ നോ, ബട്ട് ദേ ആർ പെർഫെക്റ്റ്ലി ഇമിറ്റേറ്റിംഗ് ദി ഇമേജ് ഓഫ് നേച്ചർ. ഓക്കെ, ദേ ആർ ഇമിറ്റേറ്റിംഗ് വിത്തൗട്ട് എനി ഡിഫോർമാലിറ്റീസ് ഓർ ഫോൾട്ട്. ഒരു ഫോൾട്ടും ഇല്ലാതെ, ഒരു ഡിഫോർമാലിറ്റി, ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലേ? നമ്മള് ഇപ്പൊ കാലിനൊക്കെ വയ്യാത്ത ആളുകള് ഈ ട്രാവൽ മാഗസീൻസ്, ഓക്കെ, യാത്രാ മാഗസീൻസ് ഉണ്ടല്ലോ, യാത്ര പോകുമ്പോൾ എഴുതുന്ന സഞ്ചാരക്കുറിപ്പുകൾ, അത് വായിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കണ്ണടച്ച് കഴിഞ്ഞിട്ട് അത് ആ സ്ഥലത്ത് പോയ ഫീലിംഗ് കിട്ടുന്ന ലിറ്റററി വർക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ആർട്ടിന്റെ പവർ എന്താന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഇയാൾ വിശ്വസിച്ചിരുന്നത്. അതൊരു സാധാ ഇമിറ്റേഷൻ അല്ല, ഒരു പെർഫെക്റ്റ് ഇമിറ്റേഷൻ ആയിരിക്കും. ഓക്കെ, അക്കോർഡിംഗ് ടു ഡ്രൈഡൻ, എൻഡ് ഓഫ് പോയട്രി ഇസ് എ ഡിലൈറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് റാദർ ദാൻ ഇൻസ്ട്രക്ഷൻ. ആള് വിശ്വസിച്ച വേറൊരു കാര്യമാണ്, പോയട്രിയുടെ എൻഡിൽ നമുക്ക് എപ്പോഴും ഇൻഫോർമേഷനും ഇൻസ്ട്രക്ഷനും തരേണ്ട കാര്യമില്ല. നമുക്കൊരു ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് തരണം. നമ്മൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംതൃപ്തി അടഞ്ഞിട്ടുള്ള ഒരു ഫീലിംഗ്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ വേറൊരു ലോകത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലോകത്തിലേക്ക് പോയ പോലെ ഇരിക്കണം. ഓക്കെ, ആള് പറയുന്നുണ്ട് നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളതായിരിക്കണം പോയംസ്. Poetry does not merely imitate life, but offers a beautiful resemblance of whole. പോയട്രി ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യല്ല നമ്മുടെ ലൈഫിനെ, പക്ഷെ എന്താ ചെയ്യണത്, നമ്മുടെ ഒരു എന്താണ് ഹ്യൂജ് റെസംബ്ലൻസ് ഓഫ് ലൈഫ് തരികയാണ് ചെയ്യുന്നത്. ലൈഫിനെ കുറിച്ചുള്ള ഒരു റെസംബ്ലൻസ്, ഒരു മിറർ വെച്ചുമ്പോഴാകുന്ന റിഫ്ലക്ഷൻ പോലെ. പോയട്രി ഇസ് നൈദർ എ ടീച്ചർ നോർ എ ബെയർ ഇമിറ്റേറ്റർ ബട്ട് ഇമിറ്റേറ്റർ ഓർ എ ഫോട്ടോഗ്രാഫർ ബട്ട് എ ക്രിയേറ്റർ. പോയിറ്റ്സ് എന്ന് പറയുന്നവർ എന്താണ് ഒരു ഇമിറ്റേറ്റർ അല്ല, ഒരു ടീച്ചർ അല്ല, ഒരു ഫോട്ടോഗ്രാഫർ പോലെയല്ല, പക്ഷെ ഒരു ക്രിയേറ്റർ ആണ്. എ പോയറ്റ് ക്രിയേറ്റ്സ് എ വർക്ക് ഓഫ് ആർട്ട് റദർ ദാൻ മിയർലി കോപ്പിയിങ് നേച്ചർ. ആള് വിശ്വസിക്കുന്ന കോൺസെപ്റ്റ് അബൌട്ട് പോയറ്റ്സ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ള. എന്താണ്, വെറും ഒരു കോപ്പി അടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലം കോപ്പി അടിച്ച് വെക്കുകയല്ല, ഒരു എന്താണ് നേച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്ന, നേച്ചറിന്റെ തന്നെ ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് പോയറ്റ്സ്. പോയറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡ്രമാറ്റിക് പോയട്രി, ഓക്കെ, അതായത് ഡ്രാമ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രാമ
ഡ്രാമയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയണത്. Dryden pays intense attention to drama as theatres was the most influential genre of his times. ആളുടെ കാലഘട്ടത്തിൽ തിയേറ്റർ വളരെ ഏറ്റവും കൂടുതൽ ശക്തിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. തിയേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നാടകശാലകൾ. അപ്പോൾ അതിന് ഇയാൾ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. There were many controversies and persuasive resistance against theatre excess and introduction of unpalatable, incredible scenes such as battles and deaths on stage. Dryden countered these by observing that there is nothing wrong in physical action like battle, duels, like deaths can never be imitated. It was hence to be avoided on the stage. സോ ഡ്രൈഡൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഡ്രാമയ്ക്ക് നേരിട്ടെന്താണെന്ന് വെച്ചാൽ ഡ്രാമയിൽ ഒരുപാട് ക്രൂവൽറ്റി കാണിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടത്തിൽ ഭയങ്കര കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. അതായത് ഈ പ്യൂരിറ്റൻസ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾ പറഞ്ഞ ഇംഗ്ലണ്ടിൽ ചർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവരുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോലെ. അപ്പോൾ ഈ ചർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്താണ്, ഇവരുടെ കാര്യത്തിലൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ പാടില്ല, ഡ്രാമയൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണം, ഡെത്ത്, കൊല്ലുക, സിന്ന്, അതുപോലെ തന്നെ ബാറ്റിൽസ്, ബ്ലഡ് ഇതാവുക, അതൊന്നും പാടില്ല എന്ന് വിശ്വസിച്ചിരുന്നവർ. അപ്പോൾ ഡ്രൈഡൻ അവരെ കൗണ്ടർ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അതായത് അങ്ങനത്തെ ബാറ്റിൽസും ഡുവൽസും അതുപോലെ ഡെത്ത്, ഇതൊന്നും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ, ഇത് ജസ്റ്റ് അവിടെ കാണിക്കാനേ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് ഒരു അവോയ്ഡിങ് കാര്യങ്ങളാണ് കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി കാണിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ് ഓൺ സ്റ്റേജ്. നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റേജിൽ അവോയ്ഡ് ചെയ്യാം. ഡെത്ത് സംഭവങ്ങൾ ശരിക്കുള്ളതല്ലല്ലോ നമ്മൾ സ്റ്റേജിൽ കാണിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കാണിക്കണവർക്ക് കാണിക്കാം. അങ്ങനത്തെ ഒരു സ്റ്റാൻഡായിരുന്നു ആളെടുത്തിരുന്നത്. ഡ്രൈഡൻ ഡെമോളിഷ് ദ ഫോർമഡബിൾ ട്രിനിറ്റി ഓഫ് സോ കാൾഡ് 3 യൂണിറ്റീസ്. അതുപോലെ തന്നെ ഇതൊരു വാല്യൂ പോയിന്റ് ആണ്. അതായത് നമ്മൾ യൂണിറ്റി ഓഫ് ആക്ഷൻ, പ്ലേസ്, ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതാണ് 3 യൂണിറ്റീസ്. ഓക്കെ, സോ ആള് പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ള കൊടുത്തിട്ടുള്ള ഒരു ഒപ്പീനിയനിൽ ഒന്നാണ് 3 യൂണിറ്റികളെ കുറിച്ചിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇയാള് ഒരു തിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രജുഡൈസ് അഗൈൻസ്റ്റ് ട്രാജിക് കോമഡി ആൻഡ് ദ റിജിയസ് എൻഫോഴ്സ്മെന്റ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഡെക്കോറം. ട്രാജിക് കോമഡി എന്ന് പറഞ്ഞിട്ടൊരു ജോണർ ഉണ്ട്, ട്രാജഡി കോമഡി എന്ന് പറഞ്ഞിട്ട് 2 ജോണറാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ അരിസ്റ്റോട്ടലിന്റെ ഒക്കെ കാലത്ത്. ട്രാജിക് കോമഡി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഫേമസ് ആക്കിയത് ഷേക്സ്പിയർ ആണ്. അതായത് ഒരു ട്രാജഡി തുടങ്ങി അവസാനം അത് കോമഡിയിൽ അവസാനിക്കും, അതായത് ഹാപ്പി എൻഡിങ് ആയിരിക്കും, പക്ഷെ ഒരു വലിയൊരു ട്രാജിക് ഹീറോ ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ജോണർ അന്ന് കാലത്ത് ആളുകളെ ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷെ ഡ്രൈഡൻ ആ ജോണറിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് ആൾ പ്രധാനമായിട്ട് ചെയ്തത്. ഒന്ന് വയലൻസ് പോർട്രേ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം സ്റ്റേജിൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 3 യൂണിറ്റീസ് ഓഫ് ഡ്രാമ അതിനെ ഒന്ന് പൊളിച്ചിറക്കി. അതുപോലെ തന്നെ ഈ ട്രാജിക് കോമഡിയെ വാലിഡ് ആക്കി. അതുപോലെ തന്നെ ഡെക്കോറം കീപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ദെൻ ആള് ഹി വാസ് ലൈക്ക് ലോഞ്ചിനസ്. നമ്മൾ ലോഞ്ചിനസ് പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, റൊമാൻറ്റിക് ആയിട്ടുള്ള നാച്ചറിനെ പ്രൂഫ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. സോ ലൈക്ക് ലോഞ്ചിനസ് ആൻഡ് അതർ റൊമാൻറ്റിക്സ് ഹിസ് ഇൻസ്പിറേഷൻ ആൻഡ് ദി ഇൻബോൺ ക്രിയേറ്റീവ് പവർ ഓഫ് പോയറ്റ്. ആള് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് പവർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് പവർ ഓഫ് പോയറ്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വ്യക്തിയാണ്. ഹി ഫേവേർഡ് റൊമാൻറ്റിക് എക്സ്ട്രാവജൻസ് ഓഫ് ഷേക്സ്പിയർ, ക്രിറ്റിസൈസ്ഡ് ആൻഷ്യന്റ് റോമൻ ആൻഡ് കോൺടെമ്പററി ഫ്രഞ്ച് ഡ്രാമ വിച്ച് ഫോളോഡ് ഓൾ ദ റൂൾസ്. എന്നിട്ട് ആള് പറയുന്നുണ്ട് ഫ്രഞ്ച് ഡ്രാമ അതുപോലെ തന്നെ റോമൻ ഡ്രാമാസ് പണ്ട് കാലത്തേക്ക് ഈ ഒരുപാട് റൂൾസ് ഉപയോഗിച്ചിട്ട് റൂൾസ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞൊരു ഡ്രാമയെ ഇയാൾ എതിർക്കുന്നുണ്ട്. എന്നിട്ട് ഷേക്സ്പിയറിനെയൊക്കെ നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ട്, കാരണം ഷേക്സ്പിയറൊക്കെ ഈ റൂൾ ബ്രേക്ക് ചെയ്ത ആളാണ്. ഓക്കെ, ഡ്രൈഡൻ ഡിഡ് നോട്ട് സബ്സ്ക്രൈബ് ടു പ്രിവാലന്റ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് 3 യൂണിറ്റീസ്. ഹി ഡിസ്റിഗാർഡ് ദി യൂണിറ്റി ഓഫ് പ്ലേസ് ആസ് വെൽ, considering it too rigorous to leave sufficient scope for development of plot and character. അതുപോലെ തന്നെ മുന്നേ പറഞ്ഞിട്ടുള്ള 3 യൂണിറ്റീസ് ഇയാൾ റിജക്ട് ചെയ്ത് പറഞ്ഞല്ലോ. അതായത് ആൾ എന്നിട്ട് പറയുകയാണ് യൂണിറ്റി ഓഫ് പ്ലേസ് ആണ് ഏറ്റവും കൂടുതൽ ആൾ റിജക്ട് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ക്യാരക്ടറും പ്ലോട്ടും വളരണമെങ്കിൽ നമ്മൾ ഒരു പ്ലേസിനെ കാണിച്ചിട്ട് കാര്യമില്ല, വേറെ പല പല തലങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു. ആ കാരണം കൊണ്ടാണ് ആളത് റിജക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് ടൈം 24 hours നടക്കണം. അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് ആക്ഷനിലും നമുക്ക് ലിമിറ്റേഷൻ കൊണ്ടുവരേണ്ട കാര്യമില്ല, കാരണം ഇതൊക്കെ ബ്രേക്ക് ചെയ്ത ആൾ ഷേക്സ്പിയർ ആണ്. ഇയാൾ ഷേക്സ്പിയറിനെ കുറിച്ചിട്ട് വലിയ രീതിക്ക് പ്രൊമോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇയാളുടെ ഡ്രാമയെ കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള മെയിൻ ഒപ്പീനിയൻസ്.
ഓക്കെ, ഇനി ട്രാജഡി, ഡ്രാമയിൽ തന്നെ ട്രാജഡിയെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഇയാളും പറഞ്ഞിട്ടുള്ളത്. ഡ്രൈഡൻസ് ഡെഫിനേഷൻ ഓഫ് ട്രാജഡി സെയിം ആസ് അരിസ്റ്റോട്ടിൽ, അതായത് ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ഓഫ് എ സർട്ടൻ മാഗ്നിറ്റ്യൂഡ്, ആ സെയിം സാധനം. ഡ്രൈഡൻ മിയർലി ഫോളോസ് അരിസ്റ്റോട്ടിൽ ആൻഡ് ഹൊറൈസ് ഇൻ റിമാർക്സ് ഓൺ ട്രാജിക് ഹീറോ ആൻഡ് അതർ ക്യാരക്ടേഴ്സ് ഇൻ ട്രാജഡി. അരിസ്റ്റോട്ടിലും ഹൊറൈസും പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ട്രാജഡിയെ കുറിച്ചിട്ടും അതിന്റെ പ്ലോട്ടിനെ കുറിച്ചിട്ടും അതിന്റെ ട്രാജിക് ഹീറോനെ കുറിച്ചിട്ടും പറയണത്. എന്നിട്ട് ആളാകെ തിരുത്തി പറയണത് എന്താണെന്ന് വെച്ചാൽ, കോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ട്രാജഡിയിൽ വരുന്നുണ്ട്. അതായത് ഈ ഹീറോന്റെ ഡീഡ്സിനെ കുറിച്ച് പാടി നടക്കുന്ന ആളുകൾ ഗ്രീക്ക് ഡ്രാമയിൽ കാണാൻ പറ്റും എപ്പോഴും കോറസ് ആയിട്ട് കുറച്ച് പേര്. അപ്പൊ അതിന്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇനി അതുപോലെ നെക്സ്റ്റ് കോമഡി ഓഫ് ഡ്രാമ, ഡ്രാമയിലെ കോമഡിയെ കുറിച്ച് പറയുന്നത്, in his Peirce observation on comedy, Dryden follows Aristotle and calls it a representation of human life in inferior persons and low subjects. അരിസ്റ്റോട്ടിൽ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് ആളും ബിലീവ് ചെയ്തിരിക്കുന്നത്. അതായത് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലോ ലൈഫ്, ഇൻഫീരിയർ ഹ്യൂമൻ ബീങ്സ്, അതുപോലെ തന്നെ ലോ സബ്ജക്റ്റുകൾ. അത്ര സുപ്പീരിയർ, ട്രാജഡിയിൽ എപ്പോഴും വലിയ വലിയ ആളുകളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് കാണിക്കുക. കോമഡിയിൽ സാധാരണക്കാരായ ആളുകളുടെ ലൈഫായിരിക്കും, പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഫാർമേഴ്സ്, വില്ലേജേഴ്സ്, അങ്ങനത്തെ ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഈ സെയിം സാധനം അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ലോ ലൈഫ് ഓഫ് പേഴ്സൺസും ലോ സബ്ജക്ട്സും ആയിരിക്കും കോമഡിയിൽ കൂടുതൽ ഉണ്ടാവുക. കിങ്ങുകളെ കുറിച്ചൊന്നും അന്ന് കോമഡി പറയാൻ പറ്റില്ല, പറ്റായ്മയില്ല, പക്ഷെ പണ്ട് കാലത്തൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഷേക്സ്പിയറിന്റെ കാലം തൊട്ടൊക്കെ കുറച്ചുകൂടെ ലിബറൽ ആയത്, ഇല്ലെങ്കിൽ ആളുടെ തല പോവും. സോ അതുകൊണ്ടാണ് ഈ ലോ ലൈഫ് പേഴ്സൺസിന്റെ സ്റ്റോറി എടുക്കുന്നത്. And according to him, the first end of comedy is delight and instruction only in second. അപ്പോൾ ആള് പറയാണ് കോമഡിയുടെ ഫസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് തരണം, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, ഒരു ഉപദേശം പോലെ തരുന്നത് സെക്കൻഡ് എൻഡിൽ. ഡ്രൈഡൻ വാണ്ടഡ് ഇംഗ്ലീഷ് കോമഡി ടു ബി മോർ റിഫൈൻഡ് ആൻഡ് ഇറ്റ് വാസ്. എന്നിട്ട് ആള് ഇംഗ്ലീഷ് കോമഡി കുറച്ചുകൂടെ റിഫൈൻഡ് ആവണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിട്ട് ഇയാൾ കുറച്ച് എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇൻഫോ പോലെ അറിഞ്ഞിരുന്നാൽ മതി. ഹി വാണ്ടഡ് ടു റിഫൈൻ ഇംഗ്ലീഷ് കോമഡി എഴുതിയാൽ മതി. വാട്ട് ഡ്രൈഡൻ വാണ്ടഡ് ഇൻ കോമഡി വാസ് എ റിഫൈൻഡ് ലോഫ്റ്റർ. അതായത് ഇങ്ങനെ ചളി കോമഡി പറഞ്ഞ് ചിരിക്കുകയല്ല, പക്ഷെ ഒന്ന് റിഫൈൻഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ നല്ല ഭാഷയുള്ള, കുറച്ചുകൂടെ നല്ല വ്യക്തികളെ കുറിച്ചിട്ടുള്ള കോമഡീസ്, അങ്ങനത്തെയൊക്കെയാണ് ആൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ എപ്പിക്. എപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എങ്ങോട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു വ്യക്തി, അയാളുടെ എന്താ പറയുക ലൈഫിലുണ്ടാവണ പല പല ഇൻസ്റ്റൻസസ്, പല പല സ്റ്റോറീസ്, പല പല കാര്യങ്ങൾ, പല പല ബ്രേവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള കഥകളാണ് എപ്പിക്ക് പറയാം. എപ്പിക്കിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ത്യയിലുള്ള എപ്പിക്കുകൾ രാമായണവും മഹാഭാരതമാണ്. ഓക്കെ, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന 2 എപ്പിക്കുകൾ. അതുപോലെ കുറെ എപ്പിക്സ് ഉണ്ട് കേട്ടോ. എനിക്കും വേറെ റിലീജിയൻസിന്റെ എപ്പിക്സ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറയണത്. ഗ്രീക്കിൽ നടന്നിട്ടുള്ള എപ്പിക്സ് ആണ് ഈ ഹെർക്കുലീസിന്റെ കഥ, അതുപോലെ തന്നെ മറ്റേ സിയൂസിന്റെ കഥ, മറ്റേ അക്കിലീസിന്റെ സ്റ്റോറി, അങ്ങനെ കുറെ എപ്പിക്സ് ഉണ്ട്. അതായത് ഇവരൊക്കെ ദൈവത്തിനെ പോലെ കഴിവുള്ള മനുഷ്യന്മാരായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അറിയുന്ന ആളുകൾ ഞാൻ പറഞ്ഞല്ലോ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, അല്ലെങ്കിൽ മഹാഭാരതത്തിലൊക്കെയുള്ള മറ്റേ പാണ്ഡവന്റെ കൗരവര്, ഈ ആളുകളുടെ ലൈഫിലെ സ്റ്റോറീസ് ആയിരിക്കും അവിടെ പറയണ്ടാവുക. ഇംഗ്ലണ്ടിൽ കുറെ രാജാക്കന്മാരുടെ സ്റ്റോറി ഉണ്ട്. ഇങ്ങനെ കിങ് ആർതറൊക്കെ ഡ്രാഗൺസിനെ കൊന്നു എന്നൊക്കെ പറയുന്ന സ്റ്റോറിയാണ്. ഓക്കെ, സോ ഇതിനാണ് എപ്പിക് എന്ന് പറയാം. എപ്പിക് ഒരു പോയമാണ്. രാമായണം മഹാഭാരതമൊക്കെ ഒരു പോയമാണ്. സോ ഇത്തരം പോയംസ് ആണ് എന്താണ് എപ്പിക്കിൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ ഡ്രൈഡൻ കൺസിഡേർഡ് എപ്പിക് സുപ്പീരിയർ ടു ട്രാജഡി. സാധാരണ എല്ലാവരും നേരെ തിരിച്ചാണ്, അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞ നേരെ തിരിച്ചാണ്. ട്രാജഡിയാണ് ഏറ്റവും ബെസ്റ്റ് ഫോം ഓഫ് ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അരിസ്റ്റോട്ടിൽ. പക്ഷെ ഇയാൾ നേരെ തിരിച്ചാ പറഞ്ഞത്. ഓക്കെ, എപ്പിക് പോയംസ് ആണ് അല്ലെങ്കിൽ എപ്പിക് സ്റ്റോറീസ് ആണ് ട്രാജഡിയെക്കാട്ടിലും സുപ്പീരിയർ. ഓക്കെ, ഇത് ഇയാൾ പറഞ്ഞത് ഇത്തിരി കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, എന്നിട്ട് പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹി സ്ട്രെസ്സസ് ദാറ്റ് എപ്പിക് ഈസ് സർട്ടൻലി ദ ഗ്രേറ്റസ്റ്റ് വർക്ക് ഓഫ് ഹ്യൂമൻ നേച്ചർ. അരിസ്റ്റോട്ടിൽ ഹാസ് പ്രിഫേർഡ് ദ ട്രാജഡി ടു ദി എപ്പിക്. ആള് പറയണത് എപ്പിക് ആണ് ഈ ലോകത്ത് മനുഷ്യരുടെ ലൈഫിൽ നടക്കുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ പറയുന്നത്, ട്രാജഡി അല്ല. ഓക്കെ, പറയാൻ കാരണം എന്താ വെച്ചാല്, നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിൾ ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കി. ഒരു ട്രാജിക് ഡ്രാമ എടുക്കുക, 5 ആക്ടിന്റെ ഉള്ളിൽ ആ ഡ്രാമ തീർക്കണം.
5 ആക്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 200-300 പേജ് എടുത്തോ. പക്ഷെ ഒരു എപ്പിക്ക് 1500 പേജ് ആയിരിക്കും. കാര്യം മനസ്സിലായോ? അതായത് ഒരാളുടെ സ്റ്റോറി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ ഒരു എപ്പിക് പോയം രൂപത്തിലാണ് അന്ന് എഴുതാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ഈ മഹാഭാരതം രാമായണം തന്നെ, അതൊക്കെ 1000, 2000, 3000 പേജുള്ള വലിയ 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 പോയംസ് ആണ്. ഓക്കെ. പക്ഷെ ഒരു ട്രാജിക് ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 ആക്ടിൽ കഴിയണ ഒരു 300 പേജ് 500 പേജ് മാക്സിമം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഡ്രാമാസ് ആയിരിക്കും. അപ്പോൾ കൂടുതലും ലൈഫ് കാണാൻ പറ്റിയ എപ്പിക്കിലാണ്. ഇതാണ് ഇയാളിവിടെ പറഞ്ഞ കാര്യം. ഇതാണ് ഇയാളിവിടെ പറയാൻ എപ്പിക്കാണ് ട്രാജഡിയൊക്കെ നല്ലത് അല്ലെങ്കിൽ സുപ്പീരിയർ എന്ന് പറയാനുണ്ടായിരുന്നതിന്റെ വാലിഡ് റീസൺ. ഓക്കെ, അതാണ് നമ്മൾ ഇനി ഇവിടെ വായിക്കാൻ പോണത്. സോ റിഗാർഡിംഗ് ദ വിഷ്വൽ അപ്പീൽ ഓഫ് ട്രാജഡി, അതായത് വിഷ്വൽ അപ്പീൽ ഓഫ് ട്രാജഡി വിഷ്വലി അപ്പീൽ ചെയ്യുക, വിഷ്വലി കാണിക്കുമ്പോൾ Dryden urges 3 points that it's actors who contribute to the work as much as poets, and so the poet alone can deserve the credit for it. ആൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാജഡിയിലെ ആക്ടേഴ്സ്, അതായത് ഇത് ആക്ട് ചെയ്യുന്ന ആളുകളാണ് ശരിക്കും ആ ട്രാജഡി ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അല്ലാണ്ട് ഒരു പോയറ്റ് പകുതിയാണ് എത്തിക്കണുള്ളൂ. ഓക്കെ, പകുതി മാത്രമാണ് എഴുത്തുകാരന്റെ പണിയുള്ളൂ, ബാക്കി പകുതി പണി ആക്ടേഴ്സിന്റെയാണ്. അപ്പൊ ഈ ആക്ടേഴ്സ് മാറുന്നതനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി മാറാം. ഓക്കെ, അത് എന്നിട്ട് പറയാണ് ദ സ്റ്റേജ് ഈസ് ഹാൻഡിക്യാപ്ഡ് ടു ഷോ സോ മെനി തിങ്സ്. അതുപോലെ തന്നെ ആള് പറയണ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, അതായത് ബിഗ് ആർമി ഫോർ ഇൻസ്റ്റൻസ് വി ഹാവ് ടു ലെഷർ ടു ഡൈജസ്റ്റ് വാട്ട് വി റെഡ് ഇൻ എപ്പിക് വി മേ മിസ് ബ്യൂട്ടീസ് ഓഫ് എ പ്ലെയിൻ പെർഫോമൻസ്. അതായത് സ്റ്റേജിൽ നമുക്ക് പല കാര്യങ്ങളും കാണിക്കാൻ ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ഹ്യൂജ് ആർമിയെ കാണിക്കണമെങ്കിൽ, ഓക്കെ, ട്രാജഡി എപ്പോഴും സ്റ്റേജിൽ കാണിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹ്യൂജ് ആർമീനെ കാണിക്കണമെങ്കിൽ ട്രാജഡിയിൽ സ്റ്റേജിൽ കാണിക്കാൻ പറ്റില്ല. ഒരു 10,000-4000 പടയുള്ള ഒരു ആർമി കാണിക്കണം, അല്ലെങ്കിൽ ഒരു വലിയൊരു ഡൈനിങ് ഹാള് കാണിക്കണം. ഇതൊന്നും നമുക്ക് കുഞ്ഞ് സ്റ്റേജിൽ കാണിക്കാൻ പറ്റില്ല, ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഒരു എപ്പിക് പോയം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതെല്ലാം വ്യക്തമായി കാണാൻ പറ്റും. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് ആളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു എപ്പിക് ട്രാജഡിയെക്കാട്ടിലും ബെസ്റ്റ് ആവാനുള്ള കാരണങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഈ കാര്യമാണ്. അതായത് ഒന്ന് എന്താണ്, പോയറ്റിന്റെ പണിയല്ല, പോയറ്റിന്റെ പണി വെറും 50% ഉള്ളൂ, ബാക്കി 50% ട്രാജഡിയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ്, ആക്ടേഴ്സ്, അവരുടെ കഴിവിലാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി അതിന്റെ ക്വാളിറ്റി പോയി. പക്ഷെ എപ്പിക്ക് അങ്ങനെയല്ല. എപ്പിക്ക് എഴുതിയ ആളാരാണോ ആളുടെ പേരിലത് അറിയപ്പെടുക, അല്ലെങ്കിൽ ആളാണ് അതിന്റെ ബെസ്റ്റ് ക്രിയേറ്റർ. എൻ്റെ ആൾ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് ഹാൻഡിക്യാപ്ഡ് ആവുകയാണ്. അതായത് സ്റ്റേജിൽ സ്പേസ് ഇല്ലാണ്ട് വരികയാണ്. സ്റ്റേജിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളുണ്ട്. ആർമി കാണിക്കുക, അതുപോലെ തന്നെ വലിയ വലിയ സീൻസ്, വലിയ ഹ്യൂജ് ബാറ്റിൽ ഫീൽഡുകൾ, വലിയ വലിയ കൊട്ടാരം കാണിക്കുക, ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ എപ്പിക്കിൽ നല്ല സുഖമായിട്ട് കാണിക്കാൻ പറ്റും. സോ ഈ കാര്യങ്ങളാണ് ആള് എപ്പിക്കില് എന്താണ് ഡിഫറൻസ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, മോറൽസ് കൂടുതലും എപ്പിക്കിലാണ് ഉള്ളത് എന്നുള്ളത് ഇയാൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ അങ്ങനെ പറയുന്നുണ്ട്, മോറൽ തത്വം അല്ലെങ്കിൽ ഒരു പറയില്ല, ഒരു വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പിക്കിലാണ് കൂടുതൽ കാണിക്കാന്നൊക്കെ. അതൊക്കെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇയാൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് എപ്പിക് പോയംസിനെ കുറിച്ചിട്ട് ഡ്രൈഡൻ പറഞ്ഞ മെയിൻ പോയിന്റ്സ്. ഇനിയുള്ളത് സാറ്റയർ. സാറ്റയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആക്ഷേപഹാസ്യം. സാറ്റയർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രൈഡൻ ആക്ച്വലി ഒരു സാറ്റയറിസ്റ്റ് ആയിരുന്നു. അതായത് നല്ല രീതിയിലുള്ള സാറ്റയർ, ഒരാളെ ഹേർട്ട് ചെയ്യാതെ സാറ്റയർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഇംഗ്ലണ്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആളാണ് ജോൺ ഡ്രൈഡൻ. ഓക്കെ, ആബ്സലം ആൻഡ് ആർക്കിട്രോപ്പൽ നമുക്ക് പഠിക്കാനുണ്ട് ഇതിൽ. ഡ്രൈഡൻ keenly studied satirical traditions of Rome and preferred the genre in his own capacity as one of the greatest satirists of England. ഇംഗ്ലണ്ടിലെ ഏറ്റവും ബെസ്റ്റ് സാറ്റയറായിട്ട് വർക്കുകൾ എഴുതുന്ന ഒരാളായിരുന്നു ജോൺ ഡ്രൈഡൻ. ആള് റോമിലുള്ള ട്രഡീഷൻസ്, റോമിലുള്ള ക്ലാസ്സസ് ആണ് അത് പഠിച്ചത്. With his major satirical works like Absalom and Architrople. അത് ആളുടെ ഫേമസ് വർക്കാണ് കേട്ടോ, ഒരു സാറ്റയർ വർക്കാണ് ആബ്സലം ആൻഡ് ആക്കിട്രോപ്പൽ. ഹി ഗേവ് എ ന്യൂ ഡയറക്ഷൻ ടു ഇംഗ്ലീഷ് സാറ്റയർ. ഇംഗ്ലീഷ് സാറ്റയറിന് ഒരു പുതിയ ദിശ കൊടുത്ത വർക്കാണ് ജോൺ ഡ്രൈഡന്റെ ആബ്സലം ആൻഡ് ആക്കിട്രോപ്പൽ. As a critic, he emphasized for a need for artistic control on satire. There is no place for the direct name calling in disguise or moral amenities against subject of satire. ആൾ എന്നിട്ട് ഒരു പുതിയൊരു പോയിന്റ് ഓഫ് വ്യൂ കൊടുക്കുകയാണ്, അതായത് ന്യൂ ഡയറക്ഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് ആൾ പറയാണ്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സാറ്റയർ ഉപയോഗിച്ചിട്ട് ഒരാളെ എന്താണ് അധിക്ഷേപിക്കരുത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരു സൊസൈറ്റിയെ, ഒരു ഗ്രൂപ്പ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് അറ്റാക്ക് ചെയ്യരുത്.
എന്നിട്ട് ആളൊരു ഒരു എക്സാമ്പിൾ കൂടെ പറയുന്നുണ്ട്. ഹി ഒബ്സർവ്സ് ദാറ്റ് എ സാറ്റർ ഷുഡ് മേക്ക് എ മാൻ ഡൈ സ്വീറ്റ്ലി റാദർ ദാൻ ബീയിങ് ബുച്ചേർഡ്. അതായത് സാറ്റയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ പറയില്ല, ഒരാളെ കളിയാക്കലാണ്. ആ കളിയാക്കുന്നത് എങ്ങനെയായിരിക്കണം? അയാൾ പോലും അറിയരുത് അയാളെ കളിയാക്കുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സാറ്ററിസ്റ്റ്, ഒരു നല്ലൊരു സാറ്ററിസ്റ്റ് ഷുഡ് മേക്ക് എ മാൻ ഡൈ സ്വീറ്റ്ലി. അതായത് നമ്മൾ പറഞ്ഞില്ലേ, സ്വീറ്റ് ആയിട്ട് കൊല്ലുന്ന പോലെ ഇരിക്കണം നമ്മുടെ സാറ്ററിക്കൽ വർക്കുകൾ വേണ്ടത്. അല്ലാണ്ട് അവൻ അങ്ങനെയാണ്, അവൻ മറ്റേ രീതിക്കുള്ളവനാണ്, അത് ഇന്ന പോലത്തെ വ്യക്തിയാണ്, അവന്റെ എഴുത്ത് ഇങ്ങനെയാണ്, അങ്ങനെ ഡയറക്റ്റ്ലി അധിക്ഷേപിക്കുകയല്ല വേണ്ടത്. അയാൾ പോലും അറിയരുത്. അത് നമ്മൾ പറഞ്ഞില്ലേ, ഒരു സ്വീറ്റ് ആയിട്ടുള്ള മരണം പോലെ ആയിരിക്കണം, അറിയാത്ത മരണം പോലെ ആയിരിക്കണം സാറ്റയറുകൾ. ഓക്കെ, ആളൊരു സാറ്ററിസ്റ്റ് ആയിരുന്നു കേട്ടോ. ആളുടെ ഫേമസ് വർക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ള അബ്സലം ആൻഡ് ആക്കിട്രോപ്പൽ. എന്നിട്ട് റാദർ ദാൻ ബീങ് ബുച്ചേർഡ്, അതായത് വെട്ടിക്കൊല്ലണ പോലെ. ബുച്ചറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ പീസ് ആക്കില്ല, നമ്മൾ ഈ ഇറച്ചിയൊക്കെ പീസാക്കുന്നതിനാണ് ബുച്ചറിങ് എന്ന് പറയാം. അങ്ങനെ വെട്ടി വെട്ടി കൊല്ലുന്നതിന് പകരം ഹി ഷുഡ് ബി ഡൈഡ് സ്വീറ്റ്ലി. ഒരു നമ്മൾ സാറ്റയർ ചെയ്യുന്ന ഒരു വ്യക്തി മറ്റാളെ എന്താണ്, ആള് പോലും അറിയാതെ സ്വീറ്റ് ആയിട്ട് കൊല്ലണം. ഓക്കെ, ഇൻ അതർ വേർഡ്സ് സാറ്ററിസ്റ്റ് ഷുഡ് ചൂസ് ദ വൈസ് ഓർ ഫോളി ഫോർ ദ ടാർജറ്റ്. അപ്പോൾ സാറ്ററിസ്റ്റ് എന്താണ്, നല്ല വൈസായിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്താണ് ഈ ടാർഗറ്റിനെ ചൂസ് ചെയ്യണം. ഓക്കെ, ഇതാ പ്രധാനം പറഞ്ഞിട്ടുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇത്രയാണ് ലേറ്റസ്റ്റ് പറയണത്.